ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദി സർക്കാരും നരേന്ദ്രമോദിയുമാണെന്ന് പറഞ്ഞ് സ്ഫോടനത്തെക്കാൾ വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർ കേൾക്കാൻ മാത്രമാണ് ഈ കണക്കുകൾ. UPA ഭരണകാലത്ത്, അതായത് 2004 മുതൽ 2014 വരെ നടന്ന ശ്രദ്ധേയമായ ഭീകരാക്രമണങ്ങൾ. വെറും 10 വർഷത്തെ കണക്കുകളാണ്. 2005 ഡൽഹി ബോംബാക്രമണങ്ങൾ, 2006 മുംബൈ ട്രെയിൻ ബോംബാക്രമണങ്ങൾ, 2008 മുംബൈ ആക്രമണം, 2011 മുംബൈ ബോംബാക്രമണങ്ങൾ. ഇതാണ് പ്രധാന സംഭവങ്ങൾ. വാരണാസി 2006, സംഝോത എക്സ്പ്രസ് 2007, ജയ്പൂർ 2008, അഹമ്മദാബാദ് 2008, ഡൽഹി 2008, പൂനെ 2010, ഹൈദരാബാദ് 2013 എന്നിവിടങ്ങളിലാണ് മറ്റു പ്രധാന ആക്രമണങ്ങൾ നടന്നത്. കൂടാതെ 2010 ദന്തേവാഡയിൽ ഒരു വലിയ മാവോയിസ്റ്റ് ആക്രമണം നടന്നു. 2004 2014 ഇടയിൽ ഭീകരാക്രമണങ്ങളുടെ ഉയർന്ന ആവൃത്തി ഉണ്ടായിരുന്നു. ഏകദേശം 7217 ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെഹൽഗാം ഇസ്ലാമിക ഭീകര ആക്രമണം, ഡൽഹി ജെയ്ഷെ മുഹമ്മദ് ഇസ്ലാമിക ഭീകര ആക്രമണം എന്നിവയിൽ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തി പോസ്റ്റുകൾ ഇട്ട് ആനന്ദിക്കുന്നവർ 2004-2014 കാലയളവിലെ 7212 തീവ്രവാദ ആക്രമണങ്ങളിൽ ആരെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുക? ഇവർ UPA ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തുമോ എന്നതാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ISIS PFIയുടെ ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റ് റിപ്പോർട്ടേഴ്സ്, PFI ഇന്റലക്ച്വൽ സിൻഡിക്കേറ്റ്, ISIS സൈബർ ബ്രിഗേഡ്, PFI മീഡിയ വിംഗ് എന്നിവ കേരളത്തിൽ സജീവമാണ്. ഇവർക്കുള്ള ഫണ്ട് കൾച്ചറൽ പ്രോഗ്രാമുകൾ, ബ്ലോഗിംഗ്, ജേർണലിസം, കണ്ടന്റ് ക്രിയേറ്റർ, പ്രൊമോട്ടർ, മോഡലിംഗ്, ഇൻഫ്ലുവൻസർ തുടങ്ങിയ ഓമന പേരുകളിൽ പല വഴിക്കും കൃത്യമായി അവരുടെ പോക്കറ്റുകളിൽ PFIയുടെ മിഡിൽ ഈസ്റ്റ് ഫണ്ടിംഗ് ബ്രിഗേഡുകൾ എത്തിക്കാറുണ്ട്. രാഷ്ട്രത്തിന്റെ ശത്രുക്കളാണ് ISIS PFI തുടങ്ങിയ പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ഇന്റലക്ച്വൽ ബ്രിഗേഡിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റിലെ മാധ്യമ പ്രവർത്തകരും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ഇൻഫ്ലുവൻസേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും എല്ലാം. പൊളിറ്റിക്കൽ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ഇന്റലക്ച്വൽ സെല്ലുകൾ നൽകുന്ന ടൂൾ കിറ്റുകൾ അനുസരിച്ച് ഇവർ ഭീകര ആക്രമണ വേളകളിൽ കുരച്ചു ചാടുക പതിവാണ്. സൂക്ഷിക്കണം ഈ രാജ്യദ്രോഹികളെ എന്ന മുന്നറിയിപ്പുകൾ, ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ, ഈ ഒരു വിവരങ്ങൾ ഇന്ന് പൊതുസമൂഹത്തിൽ വ്യാപകമായി പടരുകയാണ്. നമുക്കറിയാം, വിഷുപടക്കം പോലെ, ദീപാവലി പടക്കം പോലെ തുരുതുര ഭീകര ആക്രമണങ്ങളും സ്ഫോടനങ്ങളും നടന്ന കാലം അതൊന്നും ആരും മറക്കാനിടയില്ല. പഞ്ചാബിൽ ഓരോ നിമിഷവും സ്ഫോടന പരമ്പര അരങ്ങേറിയ കാലങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഭീകരന്മാരുടെ തോക്കിനിരയായത് ആരും മറക്കാനിടയില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ വെടിയുണ്ടക്കിരയായ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ആരാണ് ആസൂത്രണം ചെയ്തത്? പെരുമ്പത്തൂരിലെ ചാവേർ സ്ഫോടനത്തിന് പിന്നിൽ ഏത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്? ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും ആയ മുംബൈയിൽ 2008 നവംബർ 26 ആസൂത്രിതമായ 10 ഭീകര ആക്രമണങ്ങൾ നടത്തി. 2008 നവംബർ 26 തുടങ്ങിയ ഈ ആക്രമണം ഏതാണ്ട് 60 മണിക്കൂറുകളോളം പിന്നിട്ട് 2008 നവംബർ 29 ഇന്ത്യൻ ആർമി ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കുന്നതുവരെയാണ് നീണ്ടുനിന്നത്. 22 വിദേശികളടക്കം ഏതാണ്ട് 195 പേരെങ്കിലും ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 327 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദക്ഷിണ മുംബൈയിലാണ് ഈ ആക്രമണങ്ങളിൽ കൂടുതലും നടന്നത്. ഛത്രപതി ശിവജി ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷൻ, നരിമാൻ പോയിന്റിലെ ഒബ്രോയ് ട്രെഡന്റ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ പാലസ് ആൻഡ് ടവർ എന്നീ 5 നക്ഷത്ര ഹോട്ടലുകൾ, ലിയോപോൾഡ് കഫേ എന്ന മുംബൈയിലെ കൊളാബയിലെ ഒരു ടൂറിസ്റ്റ് റെസ്റ്റോറന്റ്, കാമ ഹോസ്പിറ്റൽ, മുംബൈ ഷുബാദ് ഹൌസിന്റെ നിയന്ത്രണത്തിലുള്ള ഓർത്തഡോക്സ് ജൂയിഷ്, മെട്രോ ആസ്ലാബാദ് തിയേറ്റർ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നീ സ്ഥലങ്ങളിലാണ് ഭീകര ആക്രമണങ്ങൾ നടന്നത്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന വെടിവെപ്പിൽ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡിലെ ചീഫ് ഓഫീസർ അടക്കം 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. 10ാമത്തെ സ്ഫോടനം നടന്നത് മുംബൈ വിമാനത്താവളത്തിന് സമീപത്തുള്ള വിലയ് പാർലെ എന്ന സ്ഥലത്തുണ്ടായ കാർ ബോംബ് സ്ഫോടനം ഈ ആക്രമണ പരമ്പരയുമായി ബന്ധപ്പെട്ടതാണെന്ന സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 50-നും 60-നും ഇടയിൽ തീവ്രവാദികൾ ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതായി കരുതുന്നു. അത്രത്തോളം തീവ്രവാദ ആക്രമണങ്ങൾ നടന്ന ഒരു കാലഘട്ടമാണ് ഇതിനു മുൻപ് കടന്നുപോയത്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒന്നും പറയാനില്ല. അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പേരിൽ വളരെയധികം ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയുമ്പോഴും നരേന്ദ്രമോദി സർക്കാരിനെയും മോദിയെയും പരിഹസിക്കാൻ, ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പരിഹസിക്കാൻ ജിഹാദി കൂട്ടങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഇന്റലിജൻസിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം പ്രധാനമായും 2 ഗ്രൂപ്പിനെയാണ് ഭീകരർ തയ്യാറാക്കുന്നത്. ഭീകര പ്രവർത്തനം നടത്താൻ പരിശീലനം കിട്ടിയ ഭീകരവാദികളെ അവർ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നു. അവരാണ് സ്ഫോടനങ്ങളും ആക്രമണങ്ങളും മറ്റും നടത്തുക. ഇത്തരം ഭീകരപ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ അതിനെ വാർത്താ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും വെളുപ്പിക്കാൻ തയ്യാറാക്കിയ ടീമുകളുണ്ട്. ഇവർ സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നു. ഇതൊക്കെ രാഷ്ട്രീയ നാടകങ്ങളാണ് എന്ന് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഭീകരവാദികളെ വെളുപ്പിച്ചെടുക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഭാരതത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ചെങ്കോട്ട സ്ഫോടനം അത് രാഷ്ട്രീയ കളിയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ
കൃത്യമായി നടന്ന ഒരു അഭിനയമാണ്, നാടകമാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു ടീമിനെ ഇവിടെ ഓൾറെഡി സജ്ജമാക്കിയിട്ടുണ്ട്. ആ ടീമിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലുള്ള ഈ ഒരു ഗൂഢാലോചനയും അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾക്കുമൊക്കെ ഒരു പ്രസക്തിയുമില്ല. ഇത് വളരെ കാലമൊന്നും നീണ്ടു നിൽക്കുകയില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇത് ഈ മണ്ണിൽ തന്നെ തകർന്നടിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നരേന്ദ്രമോദി സർക്കാർ പൊരുതുന്നത് ഭീകരതയ്ക്കെതിരെയാണ്. അത് രാജ്യത്തിനകത്തു നിന്നായാലും രാജ്യത്തിന് പുറത്താണെങ്കിലും നരേന്ദ്രമോദി സർക്കാർ അതിന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കും എന്നത് ഇതുവരെയും ഭാരതത്തിലെ ഓരോ പൗരനും വളരെയധികം ഉറപ്പുള്ള ഒരു വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.